വെൽക്കം ടു ഓൾ. നമ്മൾ ഡ്രോയിങ്ങിൽ ഡയമെൻഷനിങ്ങിനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലും ഡയമെൻഷനിങ്ങിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡയമെൻഷനിങ്ങിൽ മെയിനായിട്ട് വരുന്ന പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്, അതായത് എങ്ങനെയൊക്കെയാണ് ഡയമെൻഷനിങ് ചെയ്യേണ്ട രീതിയല്ല, പക്ഷേ എന്തിനൊക്കെയാണ് മെയിനായിട്ട് ഡയമെൻഷനിങ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതായത് അതെങ്ങനെ ചെയ്ത് കൊണ്ടുവരാം, പ്രാകൃതമാക്കാം എന്നുള്ളതാണ് ആദ്യം. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ടെർമിനേഷൻ ആൻഡ് ഒറിജിൻ ഇൻഡിക്കേഷൻ. അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് പോയിൻ്റ് എന്നുള്ള രീതിയിലാണ് മീനിങ് വരുന്നത്. അതായത് അറ്റം അതുപോലെ തുടക്കം, അത് രണ്ടും എങ്ങനെയാണ് ഡയമെൻഷനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന ഡയമെൻഷൻ ലൈൻസ് ഷുഡ് ഷോ ഡിസ്റ്റിങ്ക്റ്റ് ടെർമിനേഷൻ ഇൻ ദി ഫോം ഓഫ് ആരോസ്. ഫോം എന്നാണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, FORM എന്നാണ്. ഫോം ഓഫ് ആരോ ഹെഡ്സ് ഓർ ഒബ്ലിക് സ്ട്രോക്സ് ഓർ വേർ അപ്ലിക്കബിൾ ആൻഡ് ഒറിജിൻ ഇൻഡിക്കേഷൻ. ദ ആരോ ഹെഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 15 ഡിഗ്രി. അതായത് ഫിഗർ 2.2 കാണിച്ചിരിക്കുന്ന പോലെ 2.22 കാണിച്ചിരിക്കുന്ന പോലെ ടെർമിനേഷൻ ആരോ എന്നുള്ളതിനായിട്ട് ആരോ ഹെഡ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആരോകളായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ടെർമിനേഷൻ ഹെഡ് നമ്മളൊരു ആരോ ഹെഡ് വേണമെങ്കിൽ കാണിക്കാം, ഈ ഫസ്റ്റത്തെ ലൈനിൽ കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു ക്രോസ് ലൈൻ പോലെ. ക്രോസ് അല്ല, ശരിക്കും ഒരു കുറച്ച് ചെരിച്ചിട്ട് വരയ്ക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ആംഗിൾ പറയുന്നത് ഒബ്ലിക്ഡ് സ്ട്രോക്ക് എന്നാണ് അങ്ങനെ പറയുന്നത്. ആരോ ഹെഡ് അല്ലെങ്കിൽ ഒബ്ലിക്ഡ് സ്ട്രോക്ക് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ വരയ്ക്കുന്നതിനാണ് ഒബ്ലിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ആരോ ഹെഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരോ ഹെഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരോ ഹെഡിൻ്റെ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഈ ഷാർപ്പൻ അതിൻ്റെ എഡ്ജ് വരുന്ന കൂർത്ത അറ്റം വരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് 15 ഡിഗ്രി വരെ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് ഒരു പ്രത്യേക ഷേപ്പിലാണ് വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത്തും ഡെപ്ത്തും, അത് ലെങ്ത്ത് 3 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഡെപ്തായിട്ട് വരേണ്ടത് 1 യൂണിറ്റ്. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ വരുമ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ഒരു ഫിഗറിനകത്ത് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിനകത്ത് ഈ തരത്തിലുള്ള ഒരു ഡയമെൻഷനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വൃത്തിയിലായിരിക്കും ഡയമെൻഷനിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫിഗർ കാണിക്കുന്നത്. അപ്പോൾ ആരോസ് ആണ് മിക്കവാറും ഉപയോഗിക്കുന്ന ആരോ ഹെഡുകൾ എന്ത് ചെയ്യണം? 3:1 എന്നുള്ള അനുപാതത്തിൽ നീളം വീതി എന്നുള്ളത് വരണം. അതുപോലെ തന്നെ ആരോ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് അതിൻ്റെ അസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ആരോയുടെ ഷാർപ്പ് എഡ്ജ്, പോയിന്റ് എഡ്ജ് വരേണ്ടത് 15 ഡിഗ്രി വ്യത്യാസത്തിലാണ് എന്നാണ് പറഞ്ഞത്. ദ ഒറിജിൻ ഇൻഡിക്കേഷൻ ഈസ് ഡ്രോൺ ആസ് എ സ്മോൾ സർക്കിൾ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 mm ഇൻ ഡയമീറ്റർ. അത് വേണമെങ്കിലും വരയ്ക്കാം. അതാണ് രണ്ടാമത്തെ ഫിഗർ കാണിക്കുന്നത്. രണ്ടാമത്തെ ഫിഗർ കാണിക്കുന്നത് എന്താണ്? 3 mm വരുന്ന രീതിയിലുള്ള ഒരു വട്ടം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഒറിജിൻ വരയ്ക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആരോ ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഡെപ്ത് ഈസ് 3.1. അത് നമ്മൾ പറഞ്ഞു, 2.23 കാണിച്ചിരിക്കുന്ന പോലെ ഈ ആരോ ഹെഡിൻ്റെ ലെങ്ത് ഡെപ്ത് എന്നുള്ളത് 1:3 അനുപാതത്തിൽ വരണം. ഇത് ശരിക്കും ഈ ചിത്രത്തിൽ അങ്ങനെ അല്ലാന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ഒരു ലെങ്ത് വേണം. പിന്നെ അടുത്തത് പറയുന്നത് റേഡിയസ് ഈസ് ഡയമെൻഷൻഡ് ഓൺലി 1 ആരോ ഹെഡ് വിത്ത് ഇറ്റ്സ് പോയിന്റ് ഓൺ ദി ആർക്ക് എൻഡ് ഓഫ് ദ ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി യൂസ്ഡ്. അതായത് 2.24 കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ ഈ R300 എന്നുള്ള ആ ഒരു അളവ്, R300 എന്നുള്ള അളവ് കാണിക്കുന്നത് തന്നെ എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ ഇവിടെ കുറേ കർവ്ഡ്, അതായത് കർവ്ഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് വൃത്താകൃതി വരുന്ന കുറേ സൈഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. R50, R300, R250, R6.5 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ R50 എന്നുള്ളതും അതുപോലെ തന്നെ R300 എന്നുള്ളതും എന്താണ് കാണിച്ചിട്ടുള്ളത്? ആരോ ഹെഡ്, ഒരു പോയിന്റിൽ മാത്രം ആരോ. ആ ആരോ എവിടെയാണ് വരേണ്ടത്? സർക്കിൾ എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത് അതിൻ്റെ ആ പോയിന്റിനകത്താണ് വരേണ്ടത്.
സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ അതിൻ്റെ ആ എഡ്ജിൽ തന്നെയാണ് എന്ത് വരേണ്ടത്, ഈ ആരോ ഹെഡ് വരേണ്ടത്. അതുപോലെ തന്നെ ആരോ ഹെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു പോയിന്റ് മാത്രം ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ ഒരു രീതിയാണ് ഈ R6.5 എന്നുള്ളത്. അവിടെ നമ്മൾ വരച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ് മനസ്സിലാവുന്നത്? സർക്കിൾ വരച്ചിട്ടുണ്ട്, സർക്കിളിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു റേഡിയസ് വരച്ചിട്ടുണ്ട്, അതായത് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു റേഡിയസ് വരച്ചിട്ടുണ്ട്. പക്ഷേ ആ റേഡിയസിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്തൊരു ആരോ മാർക്ക് ഇട്ടിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പിന്നെ അതിൽ R6.5 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്കിളിൻ്റെ അങ്ങനെയും മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആരോ ഹെഡ് ടെർമിനേഷൻ മേ ബി എയ്തർ ഓൺ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് ദി ഫീച്ചർ ഔട്ട്ലൈൻ. അതായത് നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഫീച്ചറിൻ്റെ ഔട്ട്ലൈൻ്റെ പുറത്തോ അകത്തോ ആയിരിക്കാം ഈ ആരോ ഹെഡ് കൊടുക്കേണ്ടത്. അതിൽ ഒരു ഭാഗം എന്തായിരിക്കും, കൊടുക്കുന്ന ഭാഗം ആരോ ഹെഡ് എങ്ങനെയാണോ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് അടയാളപ്പെടുത്തേണ്ടത്. അത് സൈസിനനുസരിച്ചിട്ടാണ് ഈ പുറത്തോ അകത്തോ എന്നുള്ളതും കൊടുക്കുന്നത്. പുറത്ത് കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സർക്കിളിനകത്ത് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പുറത്ത് ആരോ മാർക്ക് പുറത്ത് കാണിച്ചിട്ട് അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് നീട്ടി വരച്ചിട്ട് 6.5 എന്നുള്ളതായിട്ട് എഴുതിയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. എന്ത് ചെയ്താൽ മതി, ഈ ഒരു റേഡിയസിന്മേൽ തന്നെ ആ ഒരു അളവ് അതിന്മേൽ കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആരോ ഹെഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ടെർമിനേഷൻ, ഒറിജിൻ, അതിൻ്റെ തുടക്കം എന്നുള്ളതൊക്കെ പറയുന്നത്. ഇനി സാധാരണ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്റ്റെൻഡഡ് ലൈൻ വരയ്ക്കും. അതിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യും, പെർപെൻഡിക്കുലറായിട്ട് ആരോ ഹെഡ് ഉള്ള 2 സൈഡിൽ ആരോ ഹെഡ് ഉള്ള രീതിയിലൊരു ലൈൻ വരയ്ക്കും. അതായത് ഡയമെൻഷൻ ലൈൻ വരയ്ക്കും. അതിൻ്റെ മേലെ ഡയമെൻഷൻ അല്ലെങ്കിൽ റെഫറൻസ് നമ്മൾ മാർക്ക് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇനി ഡയമെൻഷനുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഡയമെൻഷനുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്, ലീഡർ ലൈൻ വരയ്ക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഡയമെൻഷൻ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിനെ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഇതിൽ 2 മെത്തേഡുകളുണ്ട്. മെത്തേഡ് 1, മെത്തേഡ് 2 എന്ന് പറയുന്ന 2 മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡിന് പറയുന്ന അലൈൻഡ് മെത്തേഡ് എന്നാണ്. അതായത് അലൈൻഡ് എന്ന് പറഞ്ഞാൽ അടുക്കി വയ്ക്കുന്ന പോലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ പറയുന്നത് എന്താ, ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് പാരലൽ ടു ദി എബവ് ടു ആൻഡ് എബവ് ദെയർ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ കൃത്യം മുകളിലായിട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. ആൻഡ് പ്രിഫറബിളി അറ്റ് ദ മിഡിൽ ആൻഡ് എ ക്ലിയർ ഓഫ് ദ ലൈൻ. അതായത് ആ വരയ്ക്ക് തൊടുന്ന രീതിയിലല്ല വരയ്ക്കേണ്ടത്. ആ വരയുടെ അല്ലെങ്കിൽ ഡയമെൻഷൻ ലൈൻ നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന ഡയമെൻഷൻ ലൈനിൻ്റെ അതിന് സമാന്തരമായിട്ട് കുറച്ച് മുകളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. അത് ആ വരയുടെ ഏറ്റവും സെൻട്രലാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കണം ഡയമെൻഷൻ ലൈൻ വേണ്ടത്. അതിൽ നിൻ്റെ ആ മുകളിൽ സമാന്തരമായിട്ട് തന്നെ മുകളിൽ വരയ്ക്കുന്ന രീതിയാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ മേ ബി റിട്ടൺ സോ ദാറ്റ് ദേ ക്യാൻ ബി റീഡ് ഫ്രം ദ ബോട്ടം ഓർ ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്. ഡ്രോയിങ്ങിൻ്റെ വലതുവശത്തുനിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ താഴെ നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് വലതുവശത്തു നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നോക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ 39 എന്നുള്ളത് ശരിക്കും തെറ്റായിട്ടുള്ള രീതിയാണ്. തെറ്റായിട്ടുള്ള രീതി അവർ പറഞ്ഞതനുസരിച്ച് ഈ 70 എന്ന് എഴുതിയിട്ടുള്ളത് എന്താ, നമുക്ക് താഴേന്ന്, അതായത് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ താഴെയാണ് ബേസ്, അത് വായിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 30 മാർക്ക് ചെയ്ത പോലെ, എന്താണ് 30 മാർക്ക് ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ 30 മാർക്ക് ചെയ്തെന്താ, നമുക്ക് വലതുവശത്തേക്ക് ആണ് ഈ ഒരു ബുക്ക് തിരിച്ചു വയ്ക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഫോൺ സ്ക്രീൻ തിരിച്ചു വയ്ക്കുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് വായിക്കാൻ പറ്റും, ആ 30 എന്നുള്ളത് നേരെ നമ്മൾ പുസ്തകം വായിക്കുന്ന പോലെ തന്നെ വായിക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നേരെ താഴത്തേക്ക് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ വലതുവശത്തേക്ക് കാണുന്ന രീതിയിൽ വരയ്ക്കുക. ഇതിപ്പോൾ ഇവിടെ ഈ 39 എന്ന് എഴുതിയത് ചെരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്.
അതുകൊണ്ടായിരിക്കാം അത് ഈ വലതുവശത്ത് ഇതിൻ്റെ മുകളിൽ വലതുവശത്ത് തന്നെ ഉള്ളിൽ തന്നെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ എഴുതിയില്ല. അപ്പോൾ 70 കിടക്കുന്ന അതേ രീതിയിൽ തന്നെ അത് വരുന്നു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഫിഗറുകൾ അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. പിന്നെ ഡയമെൻഷൻ വരയ്ക്കുന്നതിന് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താ, ഡയമെൻഷൻസ് ഓൺ ഒബ്ലിക് ഡയമെൻഷൻ ലൈൻസ് ഷുഡ് ബി ഓറിയൻറ്റഡ് ആസ് ഫിഗേഴ്സ് ഇൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 2.6. അതായത് 2.26 കാണിച്ചിരിക്കുന്ന രീതിയിൽ. അതായത് ഈ രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഒഴിവ് സ്ഥലം കാണുന്നുണ്ടല്ലോ, 30 ഡിഗ്രി അപ്പുറവും ഇപ്പുറമായിട്ട് ഒരു സർക്കിളിൻ്റെ, അതല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷനിങ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിൽ ഡയമെൻഷൻ ലൈന് വരയ്ക്കാവും, അതിൻ്റെ മുകളിലായിട്ട് ഡയമെൻഷൻ എഴുതാനും പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ അൺഅവോയ്ഡഡ് എന്നുള്ള ആ ഒരു 30 ഡിഗ്രി സോൺ അവിടെ അവോയ്ഡഡ് ആണ്, അവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ ആംഗുലാർ ഡയമെൻഷൻസ് ആർ ഓറിയൻറ്റഡ് ആസ് ഷോൺ ഫിഗർ 2. അത് ഇനി ആംഗിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ലൈനുകൾക്കിടയിൽ വരുന്ന കോണ്, ആ കോൺ അടയാളപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് മെഷറിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഈ ഒരു ഫിഗർ നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തിൽ, ഇപ്പോൾ സർക്കിൾ ഒരു വൃത്തത്തിന് 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, ആ 4 ഭാഗത്തും എഴുതുന്ന രീതിക്കുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു 30, 60 എന്നുള്ള ഇടതുവശത്തെ മുകളിലത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ട് നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് വലതുവശത്തുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ 60, 30 എന്നുള്ളത് എങ്ങനെയാണ്, നമ്മൾ താഴേക്ക് നോക്കി വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഈ സൈഡോ, ഈ 60, 30 എന്ന് എഴുതിയുള്ള രണ്ടാമത്തതിൻ്റെ താഴെയുള്ളത് എങ്ങനെയാണ് വരച്ചുള്ളത്, അതായത് അതും വലത്തോട്ട് നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ, അല്ലേ, കുറച്ച് ചെരിഞ്ഞിട്ടാണ്, എന്നാലും വലത്തോട്ട് നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു വെച്ചുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും 30, 60 എന്നുള്ളത് ആ ഒരു രീതിയിലാണ് നമ്മൾ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ അടയാളപ്പെടുത്തുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ആരോകൾ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, ഈ ഒരു 60 ഡിഗ്രി എന്നുള്ള ഒരു ആംഗിൾ കാണിക്കുമ്പോൾ നമ്മൾ ആ ഏത് ലൈനുകൾക്കിടയിലുള്ള ആംഗിളാണ്, അല്ലെങ്കിൽ ഏത് ലൈനുകൾക്കിടയിലുള്ള കോണാണ് എങ്കിൽ ആ കോണിൻ്റെ അവിടെ ഒരു അർദ്ധവൃത്തം, അല്ലെങ്കിൽ ആ 2 ലൈനുകളെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലൊരു വൃത്തചാപം വരയ്ക്കുക. ആ വൃത്തചാപത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ ആംഗിളിൻ്റെ വാല്യൂ എഴുതേണ്ടത്. ആംഗിളിൻ്റെ വാല്യൂ 60 എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഇപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ 60 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചാപം വരയ്ക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതുള്ളത്, തുല്യ അളവിൽ, അതായത് ഒരു തുല്യ അളവിൽ എന്നുള്ള രീതിയിൽ വേണം ചാപം വരയ്ക്കാനായിട്ട്. അപ്പോൾ അതായത് 2 ലൈനുകൾക്കും തുല്യ അളവിൽ വരുന്ന രീതിയിൽ ചാപം വരയ്ക്കുക, അതിനെ നമ്മൾ ആംഗിളായിട്ട് അവിടെ മെഷർ ചെയ്ത് എഴുതുക, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അലൈൻഡ് മെത്തേഡാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് യൂണി ഡയറക്ഷണൽ മെത്തേഡാണ്. യൂണി ഡയറക്ഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീഡ് ഫ്രം ബോട്ടം ഓഫ് ദ ഡ്രോയിങ് ഓൺലി, അതായത് അടിയിൽ നിന്ന് മാത്രം വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഡ്രോയിങ്ങുകൾ. അതായത് നമ്മൾ ബോട്ടം നിന്നുകൊണ്ട്, അതായത് സാധാരണ ഒരു ബുക്ക് മറിച്ച് നോക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ നിന്നിട്ട് വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ മാത്രം വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയമെൻഷനിങ് ആണ് യൂണി ഡയറക്ഷണൽ മെത്തേഡ് എന്നത്. അതിൽ തന്നെ ഇതിൽ നോ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ലൈൻസ് ആർ ഇൻറ്ററപ്റ്റഡ് പ്രിഫറബിളി ഇൻ ദ മിഡിൽ ഫോർ ഇൻ്റർസെക്ഷൻ ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷൻ ഇൻസേർഷന് വേണ്ടിയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനുകളെ അല്ലെങ്കിൽ നോൺ ഹൊറിസോണ്ടൽ ലൈനുകളെ എന്ത് ചെയ്യാൻ പാടില്ല, ലൈൻസ് ആർ ഇൻറ്ററപ്റ്റഡ്, അത് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് അത് ഒരു ചെറിയ പോർഷൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ ആംഗുലാർ ഡയമെൻഷൻ 2.27 ബിയിൽ കാണുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗർ യൂണി ഡയറക്ഷണൽ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ 75, 26, 10, 30 അതുപോലെ തന്നെ 10 എന്നുള്ളത് സാധാരണ അത് ഹൊറിസോണ്ടൽ ലൈനുകളാണ്. അപ്പോൾ അത് സാധാരണ പോലെ തന്നെ ഡയമെൻഷൻ ലൈന് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം കൃത്യം നടുവിൽ
ആ ലെങ്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് കുത്തനെ വരുന്ന ലൈനുകൾ, വെർട്ടിക്കൽ ലൈനുകൾ, ഇപ്പോൾ ഈ 520, 530, 550 എന്നുള്ളത്, അത് ആ ഡയമെൻഷൻ ലൈനുകൾ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്യില്ല, അവിടെ ഒന്ന് ഇറേസ് ചെയ്തിട്ട് അതിൻ്റെ നേരെ, അതായത് നേരെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ താഴത്തുനിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതുക. ആ രീതിയിലാണ് ഇവിടെ അളവുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 എന്നുള്ള രീതി കൂടെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. 5 എന്നുള്ളത് അത് റേഡിയസ് കാണിക്കാനാണ്. ഇവിടെ 5 ഡയമീറ്റർ കാണിക്കാനാണത്. ഇവിടെ വലതുവശത്ത് രണ്ടാമത് ബി എന്നുള്ള ഫിഗറിൽ 30 എന്ന് കാണിച്ചിട്ടുള്ളത്, അതായത് 30 യൂണിറ്റ് അങ്ങനെയാണ് കാണിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ 39 എഴുതിയിരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഏത് രീതിയിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബി എന്നുള്ള ഫിഗറിൽ 39 എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നത് നമ്മൾ താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴത്തുനിന്ന് റീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ സെഷനിൽ പറയാനുള്ളത്. ഇൻഡിക്കേറ്റിംഗ് ഡയമെൻഷനുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. അലൈൻഡ് മെത്തേഡും യൂണി ഡയറക്ഷണൽ മെത്തേഡും. അതിന് മുൻപായിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ടെർമിനേഷൻ അതുപോലെ തന്നെ ഒറിജിൻ ഇൻഡിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.